ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാം. മട്ടൺ സ്റ്റൂവിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ മട്ടനാണ്. അത് വിനാഗിരിയും ഉപ്പും ഇട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ കുക്കറിലേക്കിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇടുക. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ക്രഷ് ചെയ്ത് ഇടുക. കൂടെ 1.5 ടീസ്പൂൺ ഉപ്പും. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 4 വിസിൽ വരുന്നിടം വരെ മട്ടൺ വേവിച്ചെടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വേകാനായി. കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരെ വേവിച്ചെടുക്കുക. സ്റ്റൂവിന് ഒരു കൊഴുപ്പ് കൊടുക്കാനായി നമ്മൾക്ക് മൈദ ബട്ടറിലും പാലിലും ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിനായി 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കി അത് ഉരുകി കഴിയുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് അത് കട്ട കെട്ടാതെ നല്ലവണ്ണം ഇളക്കി അത് കൊഴുത്ത് വരുമ്പോൾ അതിനകത്ത് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് പിന്നീട് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതെടുക്കണം. പാല് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ടയെല്ലാം അലിയിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മൾക്ക് കുക്കർ തുറന്ന് നോക്കാം. മട്ടനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കുതിർത്ത് വെച്ച ഒരു 10 പറങ്ങണ്ടി കൂടി നമുക്ക് അരച്ചെടുക്കാം. നേരത്തെ അരച്ച മിശ്രിതത്തിൻ്റെ കൂടെ വെച്ച് അരച്ചെടുക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്രാമ്പു ഒരു 7 എണ്ണം ഇടാം. ഏലക്ക ഒരു 10 എണ്ണം. കറുവപ്പട്ട 3 ഇഞ്ച് നീളം. കുരുമുളക് ഒരു 2 ടീസ്പൂൺ. ഇത്രയും ഇട്ട് അത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് പൊട്ടട്ടെ. സ്പൈസസ് ഒക്കെ മൂത്ത് വരുമ്പോൾ ഒരു 3 സവാള അരിഞ്ഞത് നമുക്കിടാം. ഇതിൻ്റെ കൂടെ ഒരു 6-7 പച്ചമുളക് നടുവേ പിളർന്നത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വീതം അരിഞ്ഞത്, ഇത്രയും ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഉള്ളി ട്രാൻസ്ലൂസൻ്റ് ആവുന്നിടം വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക വഴറ്റുന്ന സമയത്ത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. മട്ടൺ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് 1 വലുത് ക്യൂബ് ചെയ്തതും ഒരു വലിയ ക്യാരറ്റ് ക്യൂബായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലൊഴിച്ച്, അതായത് 2-3 എക്സ്ട്രാക്ട് തേങ്ങാപ്പാലൊഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ. 2-3 തേങ്ങാപ്പാൽ ഒരു 3 കപ്പ് കാണും. ഇതൊഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുക്ക് ചെയ്യുക. സ്റ്റൂ ഗാർണിഷ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തെടുക്കാം.
ഇതിപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നേരത്തെ കുറുക്കി വെച്ച മൈദയും അരച്ചെടുത്ത പറങ്ങണ്ടിയും ഒന്നാം പാലിലേക്ക് കലക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പൊട്ടാറ്റോയും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി തിളക്കരുത്, ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ അരിഞ്ഞത് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ചൂടിൽ തന്നെ ഇതങ്ങ് അലിഞ്ഞോളൂ. അതിനുശേഷം 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. എല്ലാം കൂടി ചെറുതായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ രുചികരമായ മട്ടൺ സ്റ്റൂ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എക്സെപ്ഷണലി ടേസ്റ്റിയാണ്. എസ്പെഷ്യലി നമ്മൾ കുറുക്കി ചേർത്ത മൈദയും അരച്ച് ചേർത്ത പറങ്ങണ്ടി എല്ലാം ഉള്ളതുകൊണ്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. ആൻഡ് ഇറ്റ്സ് എക്സെപ്ഷണലി ടേസ്റ്റി. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട് ഫ്രണ്ട്സ്. താങ്ക് യു.